പാലക്കാട് ജില്ലയിലെ CPIM-ൽ നിൽക്കാൻ പറ്റൂ എങ്കിൽ ഞാനൊരു കാര്യം പറയുന്നു, നിങ്ങളുടെ ധിക്കാരത്തിന്റെ മുമ്പിൽ വായ പൊത്തി നിൽക്കാൻ നായ്ക്കളെ കിട്ടും, ഉശിരുള്ള ഒറ്റ കമ്മ്യൂണിസ്റ്റുകാരനെ കിട്ടില്ല എന്ന വിവരം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. നായ്ക്കളെ കിട്ടും, പുറകെ നടക്കാൻ, വാലാട്ടി നടക്കാൻ നായ്ക്കളെ കിട്ടും നിങ്ങൾക്ക്. പക്ഷെ ഉശിരുള്ള ഒരൊറ്റ കമ്മ്യൂണിസ്റ്റുകാരനെ കിട്ടില്ല. ഈ വികാരം മുഴുവൻ നേതൃത്വം മനസ്സിലാക്കണം. മനസ്സിലാക്കുന്നില്ല എന്ന പരാതിയാണ് ഞങ്ങൾക്കുള്ളത്. ഞങ്ങളിപ്പോൾ സ്റ്റേറ്റ് നേതൃത്വത്തിനെ സംബന്ധിച്ച് അര വാക്ക് ഞങ്ങൾ പറയില്ല, അര വാക്ക് പറയില്ല. പക്ഷേ സ്റ്റേറ്റ് നേതൃത്വം ഇത് മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കി കാര്യത്തിൽ ആവശ്യമായ ഇടപെടലുകൾ നടത്താൻ തയ്യാറാക്കണം. സംസ്ഥാന സെക്രട്ടറിക്ക് എത്ര പരാതി കൊടുത്തു, അനങ്ങിയില്ല. ഇവിടെ ഞാൻ പറയട്ടെ, പാർട്ടി ഭിന്നിച്ചു പോവുകയാണ്, പാർട്ടി കൂടുതൽ കൂടുതൽ ശോഷിച്ചു വരികയാണ്. ഈ അവസ്ഥയിൽ പാലക്കാട് ജില്ലയിൽ പ്രത്യേകമായ ശ്രദ്ധ വേണ്ടേ? ഇവിടെ ഇടപെടണ്ടേ? സംസ്ഥാന സെക്രട്ടറി ഇടപെടണ്ടേ? ഇവിടെയാണ് ഞാൻ പറയുന്നത്, ഈ എല്ലാ സഖാക്കളെയും ചേർത്ത് പിടിച്ചിരുന്നൊരു മനുഷ്യനുണ്ടായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്. സഖാവ് ബാലകൃഷ്ണൻ, സഖാവ് കോടിയേരി സഖാക്കളെ ചേർത്ത് പിടിക്കും, അവരെ സ്നേഹിക്കും, സ്നേഹം കൊണ്ട് അവരെ കീഴടക്കും, പാർട്ടിക്കകത്തുള്ള പ്രശ്നങ്ങളെല്ലാം യോജിപ്പിന്റെ തലത്തിൽ പരിഹരിക്കും. അങ്ങനെ ഒരു മനുഷ്യനുണ്ടായിരുന്നു. ആ മനുഷ്യനെ പറ്റി പറയുമ്പോൾ പലപ്പോഴും ഞാൻ ഒറ്റക്കിരുന്ന് ആലോചിക്കുമ്പോൾ ഞാൻ വിതുമ്പി പോവാറുണ്ട്. ഭാഗ്യം ഉണ്ടായില്ലല്ലോ, ഭാഗ്യം ഉണ്ടാകാം. നമുക്ക് ബാക്കിയില്ലാതെ പോയല്ലോ. ആ മനുഷ്യനൊക്കെ ജീവിച്ചിരിക്കണ്ടായിരുന്നില്ലേ? ആ മനുഷ്യനൊക്കെ ജീവിച്ചിരുന്നാൽ ഇന്ന് ഈ ഗതി ഈ പാർട്ടിക്ക് വരുമായിരുന്നോ? മനുഷ്യനെ ഇങ്ങനെ സ്നേഹിച്ചിരുന്ന നമുക്കൊക്കെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. അവിടേക്ക് അങ്ങ് കയറി ചെല്ലുമ്പോൾ ഇങ്ങനെ കൂട്ടിങ്ങ് പിടിക്കും. എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ആ പ്രശ്നങ്ങൾക്കും വേദനയ്ക്കും ഒരു പരിഹാരം കാണും. അതാണ് കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ മഹത്വം, അതാണ് കമ്മ്യൂണിസ്റ്റുകാരൻ്റെ മഹത്വം. കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ മഹത്വം അതാണ്. ഹൃദയവുമായി സംവദിക്കുന്ന ബന്ധം അതാണ്. പാർട്ടിക്കകത്ത് വിമർശനം ഉന്നയിക്കുമ്പോഴും ഘടകത്തിൽ നിന്ന് പുറത്തു വരുമ്പോൾ സഖാക്കൾ തമ്മിലുണ്ടാകേണ്ട, കമ്മ്യൂണിസ്റ്റുകാർ തമ്മിലുണ്ടാകേണ്ട ഒരു ആത്മബന്ധമുണ്ട്. ആ ആത്മബന്ധത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു സഖാവ് ബാലകൃഷ്ണൻ കോടിയേരി ഉണ്ടായിരുന്നു.